മാണിപുത്രൻ ജോസ് കെ മാണി കുടം തുറന്ന് പുറത്തുവിട്ട ഭൂതം ചില്ലറക്കാരനല്ല. BJPയുടെ കേരളത്തിലെ മുഴുവൻ പ്രതീക്ഷകൾക്കും തുരങ്കം വയ്ക്കുന്ന പണിയാണ് ജോസ് കെ മാണി നടത്തിയത്. സംഘപരിവാറിലെയും BJPയിലെയും പ്രമുഖ പ്രവർത്തകർ മുഴുവൻ അതിൽ സന്തുഷ്ടരുമാണ്. ക്രിസ്ത്യൻ വെൽഫെയർ ബോർഡ് എന്ന പേരിൽ പുതുതായി രൂപീകരിക്കാൻ പോകുന്ന വെൽഫെയർ ബോർഡ് പഞ്ചസാരയിൽ പൊതിഞ്ഞ പാഷാണമെന്നാണ് BJPക്കാരുടെ തന്നെ അഭിപ്രായം. ഇതിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്ന് ജോസ് കെ മാണി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. പക്വതയില്ലാത്ത സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടുകൾ കൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിച്ചതെന്ന് അവരും ഉള്ളാലെ പറഞ്ഞു ചിരിക്കുന്നു. ക്രിസ്ത്യൻ ഔട്ട്റീച്ച് എന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ മുഴുവൻ ഒരു കൂടാരത്തിലാക്കാൻ ഇറങ്ങി പുറപ്പെട്ടവരിപ്പോൾ ക്രിസ്ത്യാനികളുടെ ചവിട്ടും തൊഴിയും കൊണ്ട് ഒതുങ്ങി ജീവിക്കേണ്ട സ്ഥിതി വരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. കേവലം ഒരപ്പനെയും മകനെയും അപ്പുക്കുട്ടനെയും മാത്രം കൂടെ നിർത്തിയാൽ ക്രിസ്ത്യാനികൾ മുഴുവൻ കൂടെ നിന്നോളുമെന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ മിഥ്യാധാരണയാണ് ഇതോടുകൂടി തകർന്നടിഞ്ഞത്. ഇത് കഴിയുമ്പോൾ, അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഊഞ്ഞാല പാടിക്കൊണ്ട് കപ്പലണ്ടിയും കുറിച്ച് നടക്കുന്നത് കാണാമെന്നാണ് പഴയ BJPക്കാർ തന്നെ പറയുന്നത്. പതിറ്റാണ്ടുകൾ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തവരെ പടിയടച്ച് പിണ്ടം വെച്ച് അവരിൽ പലർക്കും സീറ്റ് പോലും നിഷേധിച്ച് അപ്രസക്തരാക്കാൻ നോക്കിയ സംസ്ഥാന നേതൃത്വത്തിന് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. സകല രാഷ്ട്രീയ പാർട്ടിയിലും കയറി ഇറങ്ങി മുഴുവൻ സമുദായങ്ങളിലെയും പുരോഹിതന്മാരെ വെറുപ്പിച്ച് നടന്ന ഒരപ്പനും മകനും ക്രിസ്ത്യാനികളുടെ അട്ടിപ്പേർ അവകാശം തനിക്കാണെന്ന് തങ്ങൾക്കാണെന്നും ഒക്കെ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനുള്ള ബോധം മാത്രമേ ഇന്നത്തെ സംസ്ഥാന നേതൃത്വത്തിനുള്ളൂ. വൈദിക മന്ദിരങ്ങളിലും രൂപത ആസ്ഥാനങ്ങളിലും ചെല്ലുമ്പോൾ മാന്യതയുടെ പേരിൽ ഭക്ഷണം തന്നു വിടുന്നത് അപ്പനോടും മകനോടുമുള്ള ബഹുമാനം കൊണ്ടാണെന്ന് തെറ്റിദ്ധരിച്ച രാജീവ് ചന്ദ്രശേഖരന് തെറ്റുപറ്റിയെന്ന് ഇനിയെങ്കിലും ബോധ്യപ്പെടണം. ക്രിസ്ത്യാനികൾ പരിപാവനമായി കരുതുന്ന 7 കൂദാശകളും സംഘപരിവാറിന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ചിലരുടെ കയ്യിലൊതുക്കി എടുക്കുവാനുള്ള ഗൂഢനീക്കമാണിതിന് പിന്നിലുള്ളത്. മാമോദിസ, സൈര്യലേപനം, വിവാഹം, മരണാനന്തര ചടങ്ങുകൾ അടക്കം മുഴുവൻ കൂദാശകളും സംഘപരിവാറിന്റെ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള വൈദികരെ ഉപയോഗിച്ച് നടത്തിയെടുക്കുക എന്നതാണ് ഇവരുടെ തന്ത്രം. ചുരുക്കി പറഞ്ഞാൽ ക്രിസ്ത്യാനിയുടെ 16 അടിയന്തരം വരെ സംഘപരിവാറിന്റെ മേൽനോട്ടത്തിൽ നടത്തിത്തരും. ക്രിസ്ത്യാനികളെ ഭിന്നിപ്പിച്ച് അവരെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് നാട്ടിലുള്ളവർ മുഴുവൻ തിരിച്ചറിഞ്ഞു. ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന അത്യന്തം നീച പ്രവൃത്തിയാണ് കേരളത്തിൽ നടക്കുന്നത്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിൽ BJPയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന 2 സ്ഥാനാർത്ഥികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെമ്മാടിത്തരം തന്നെയാണ്. ഒരാഴ്ച മുമ്പ് വരെ വൈദികരെ ക്രൂരമായി നാട്ടുവിചാരണയും പുലയോട്ടം നടത്തിയ പിതാവും അയാളുടെ മകനും പാലായിലും പൂഞ്ഞാറിലും മറുപടി പറയണം. ഇല്ലെങ്കിൽ ജനം മറുപടി പറയും. ജോർജ് കുര്യനും ഷോൺ ജോർജും പറയുന്നത് വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് കുടപിടിച്ച സ്ഥാപനങ്ങളുടെ FCRA മാത്രമേ തടഞ്ഞു വെച്ചിട്ടുള്ളൂ എന്നാണ്. കേരളത്തിലെ 100 കണക്കിന് ക്രൈസ്തവ സ്ഥാപനങ്ങൾ നടത്തിയിട്ടുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ ലിസ്റ്റ് പുറത്തുവിടാനുള്ള ഉത്തരവാദിത്തം ഈ പ്രസ്താവന നടത്തിയ നേതാക്കന്മാർക്കുണ്ട്. ക്രൈസ്തവ സഭകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ കണക്കുകളും അക്കൗണ്ടുകളും കൃത്യമാണെന്ന് പറയുന്ന ഷോൺ ജോർജും ജോർജ് കുര്യനും കാര്യകാരണ സഹിതം പറയണം എന്തുകൊണ്ടാണ് ആ സ്ഥാപനങ്ങളുടെ ഒന്നും FCRA ലൈസൻസ് പുതുക്കി കൊടുക്കാത്തത് എന്നുള്ളത്. 2 നൂറ്റാണ്ട് മുമ്പ് തന്നെ പള്ളിക്കൊപ്പം പള്ളിക്കുടം എന്ന ആശയത്തിലൂന്നി ക്രൈസ്തവർക്ക് മാത്രമല്ല നാനാജാതി മതസ്ഥർക്കും വിദ്യാഭ്യാസം നൽകിയ ക്രിസ്ത്യൻ മിഷണറിമാർ എന്ത് രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തതെന്ന് തുറന്നു പറയണം. പിടിയേരി പിരിച്ച് വിധവയുടെ ചില്ലിക്കാശ് ഉപയോഗിച്ചും സ്കൂളിലെ പട്ടിണി പാവങ്ങളായ വിദ്യാർത്ഥികൾക്ക് അറിവ് പകർന്ന് ഉച്ചക്കഞ്ഞി നൽകിയും പഠിപ്പിച്ചെടുത്ത ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നുവെന്ന കാര്യം ആരും വിസ്മരിക്കരുത്. പാവപ്പെട്ട വിദ്യാർത്ഥികൾ സ്കൂളിലെത്തുമ്പോൾ പട്ടിണി ഇരിക്കരുതെന്ന് ചാവറ അച്ഛൻ്റെയും പരുമല കൊച്ചു തിരുമേനിയുടെയും ആശയം ഈ നാട്ടിൽ ഔദ്യോഗികമായി വന്നിട്ട് ഏതാനും പതിറ്റാണ്ടുകളെ ആയിട്ടുള്ളൂവെന്ന് ഓർക്കണം. സഭയുടെ ചെലവിൽ ഉച്ചക്കഞ്ഞിയും കുടിച്ച് സഭാ സ്കൂളിൽ പഠിച്ച് ജോലിയും സമ്പാദിച്ചു കഴിയുമ്പോൾ അതിന് അവസരം ഉണ്ടാക്കി തന്നവരെ തുണിപൊക്കി കാണിക്കുന്നത് മാന്യതയ്ക്ക് ചേർന്ന പണിയല്ല.